ജലജീവൻ പദ്ധതിക്ക് പൈപ്പുകൾ കുഴിച്ചിടുന്നതിന് റോഡ് വെട്ടിക്കുഴിച്ചതോടെ ചെളിക്കുളമായിരിക്കുകയാണ് പാലമൂട് മുതൽ കുരിക്കുഴി പാലം വരെയുള്ള റോഡ്. ഇതോടെ കരുനാഗപ്പള്ളി പാവുമ്പ പാലമൂട് പാറക്കടവ് റോഡിലെ യാത്ര യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. റോഡിന്റെ ദുരവസ്ഥയിൽ ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. കരുനാഗപ്പള്ളി പാവുമ്പ പാലമൂട് പാറക്കടവ് റോഡിലെ പാലമൂട് മുതൽ കൂരിക്കുഴി പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. കരുനാഗപ്പള്ളി കുന്നത്തൂർ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പുകൾ കുഴിച്ചിടുന്നതിന് റോഡിൽ നിന്ന് മണ്ണു മാന്തിയെടുത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും റോഡിന്റെ കുണ്ടും കുഴിയും അതേ അവസ്ഥയിൽ തുടരുകയും ചെയ്തതായി പ്രവർത്തകർ പറഞ്ഞു. നിരവധി സ്കൂൾ ബസ്സുകളും ഒട്ടനവധി യാത്രക്കാരും നിത്യമായി ഉപയോഗിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി റോഡിലെ കുഴികളിൽ വാഴ നട്ടു. നിരവധി തവണ ജനപ്രതിനിധികൾക്ക് ഈ നാട്ടിലെ ജനങ്ങളും പ്രദേശവാസികളും ചേർന്ന് പരാതി നൽകുകയും എന്നാൽ മനുഷ്യത്വപരമായ ഒരു സമീപനങ്ങളും സ്വീകരിക്കാൻ ഈ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി തവണ ഈ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഈ മാർഗം എത്രയും പെട്ടെന്ന് തന്നെ സഞ്ചാരയോഗ്യമാക്കാൻ വാർഡ് മെമ്പറോടും ബ്ലോക്ക് മെമ്പറോടും അതോടൊപ്പം തന്നെ സ്ഥലം MLA CR മഹേഷ് അവர்களോടും നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെയും ഒരു സമീപനമായ ഒരു നിലപാടും സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദിനംപ്രതി ഒരുപാട് അപകടങ്ങളും കുട്ടികളെല്ലാം ഈ കുഴിയിൽ വീണ് ഒരുപാട് അപകടങ്ങളും ഒക്കെ സാക്ഷ്യം വഹിക്കുകയുണ്ടായി നാട്ടുകാർ. അതായത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധത്തിൽ കൂട്ടായിട്ട് നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൈ എടുത്തെങ്കിൽ പോലും ഒരു ജനങ്ങളെ എല്ലാ ഒരു ഏറെ കാലത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ നേരിടുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടുന്നതിൻ്റെ വേണ്ടി കുഴിയെടുത്തിട്ട് അതും ഇവിടുത്തെ ജനപ്രതിനിധികൾ കൊണ്ടുപോയി വേറെ കാശാക്കുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ നാട്ടുകാരും ചേർന്ന് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. പാവുമ്പ ഏരിയ പ്രസിഡന്റ് ഷിജു, ഏരിയ സെക്രട്ടറി സന്തോഷ്, മധു ബ്രഹ്മാനന്ദൻ, സുജാരാജ് എന്നിവർ നേതൃത്വം നൽകി. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ബിജെപിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.